ഇന്ന് നിന്റെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ. ഇന്ന് സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായമ്മേ. നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു കാര്യം ഇന്ന് സംഭവിച്ചേ. ആരതി വക്കീൽ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പ്രസരിപ്പുണ്ടാവുന്നത് സ്വാഭാവികം. വക്കീൽ കാണണമെന്ന് പറഞ്ഞതേ വേറൊരു വലിയ കാര്യം പറയാനാ. നമ്മുടെ കേസ് ജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വക്കീലിന് ആരോ അയച്ചു കൊടുത്തു. കോടതിയിൽ നമുക്കെതിരെ അവന്തിക കെട്ടിച്ചമച്ച തെളിവുകളെല്ലാം ആരതി വക്കീലിന് കിട്ടി. അച്ഛനെ പറ്റിച്ച് എഴുതി വാങ്ങിച്ച ഡോക്യുമെന്റ്സ് മുഴുവൻ എല്ലാം അതിനകത്തുണ്ട്. അതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി കോടതിയിൽ തിരിച്ചു പ്രതികരിക്കാൻ നമുക്കത് ഗുണം ചെയ്യും. സത്യമാണ് ഏട്ടനീ പറഞ്ഞത്. അല്ല, ആരാമൻ ഇതൊക്കെ അയച്ചു കൊടുത്തേ? എവിടുന്നാണെന്നോ ആരാണെന്നോ ഒന്നും നമുക്കറിയില്ലമ്മേ. ആരോ കൊറിയർ അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അയച്ചാളിന്റെ മേൽവിലാസം അതിൽ വെച്ചിട്ടില്ല. ഇതാരാ ഇപ്പൊ നമ്മളെ എങ്ങനെ സഹായിക്കും? അതാരായാലും അവർക്കതൊക്കെ എങ്ങനെ കിട്ടിയെന്നാ എനിക്ക് പിടികിട്ടാത്ത. എന്തായാലും ആ തെളിവുകൾ കൊണ്ട് ഈ കേസ് ജയിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലാ ആരതി വക്കീല്. എന്റെ ദൈവമേ, നമ്മുടെ കഷ്ടകാലൊക്കെ തീരുവെന്ന് തോന്നുന്നു മക്കളെ. ഈ കുടുംബത്തെ നോക്കാൻ പഴങ്ങഞ്ഞിക്കട വരെ നടത്തി അമ്മ കഷ്ടപ്പെട്ടു. അതിന്റെ പേരില് ജയിലിൽ വരെ പോവേണ്ടി വന്നു. ഇപ്പെന്താ, കുടുംബം നോക്കാൻ ആരതിക്ക് വരെ കഷ്ടപ്പെടേണ്ടി വരുന്നു. ഈ കേസ് ജയിച്ചാ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അമ്മ എന്റെ അനിയത്തിമാരെയും പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം.